കഴിഞ്ഞ 18 വർഷത്തിലധികമായി എന്നോടൊപ്പം ജീവിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഒരുപാട് ആളുകളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആർക്കും ഒരു ഉത്തരവും എനിക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല. ഉത്തരം പറഞ്ഞു തരാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുള്ളതിൽ നല്ലൊരു ശതമാനം ആളുകളും അവിശ്വാസികളായി മാറിയിട്ടുണ്ട്. ചിലരൊക്കെ വളരെ ബ്ലൈൻഡായിട്ടുള്ള വിശ്വാസികളായിരുന്നു. അവർ ഒരു ആവറേജ് വിശ്വാസികളായിട്ട് മാറി. ഒരു സാധാരണഗതിയിലുള്ളൊരു വിശ്വാസിയും അവിശ്വാസിയായിട്ടും മാറിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം എൻ്റെ വൈഫ് തന്നെയാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അവൾ ഒരു കൃഷ്ണ വിഗ്രഹവുമായിട്ടൊക്കെയാണ് എൻ്റെ വീട്ടിലോട്ട് വരുന്നത്. അവളെ അവിശ്വാസിയാക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ എന്നോട് എന്തുകൊണ്ടാണ് ഞാനൊരു അവിശ്വാസിയായെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് എനിക്ക് സ്വാഭാവികമായിട്ടും പറയാനുണ്ടായിരുന്നത് ഈ ചോദ്യമാണ്. ആർക്കും ഉത്തരം പറയാൻ സാധിക്കാത്ത ഒരു ചോദ്യം. ഈ ചോദ്യം ശരിക്കും അവളെയും വേട്ടയാടിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അവൾ പതിയെ അവിശ്വാസിയായി മാറി തുടങ്ങിയത്. ഇപ്പോൾ പൂർണ്ണമായിട്ടും അവിശ്വാസിയാണ്. ഈ ചോദ്യത്തിന് ശാസ്ത്രവുമായിട്ട് ഒരു ബന്ധവുമില്ല. ശാസ്ത്രത്തിന് ഒരിക്കലും, അല്ലെങ്കിൽ നിലവിലുള്ള ശാസ്ത്രത്തിന് ഒരിക്കലും ദൈവം ഉണ്ടെന്നോ അല്ലെങ്കിൽ ദൈവമില്ലെന്നോ തെളിയിക്കാൻ സാധിക്കില്ല. നമ്മൾ എവല്യൂഷൻ തിയറിയെക്കുറിച്ചും അതുപോലെ ബിഗ് ബാങ് തിയറിയെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ദൈവമില്ല എന്ന് പലരും പറയാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ആ തിയറികൾ ഉപയോഗിച്ചിട്ട് ഒരിക്കലും ദൈവമില്ലെന്ന് പറയാൻ സാധിക്കില്ല. ഞാനൊരു അവിശ്വാസിയാണ്. അപ്പോൾ ഞാൻ ഈ തിയറികളെ നോക്കി കാണുന്നത് ഒരു അവിശ്വാസിയുടെ കുപ്പായം അണിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ആ തിയറികൾ കാണാൻ സാധിക്കുന്നത് ദൈവമില്ല എന്നാണ്. എന്നാൽ ഒരു വിശ്വാസി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ദൈവമുണ്ട് എന്നതിൻ്റെ പ്രൂഫും അവർക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി ഒരു അവിശ്വാസിയുമല്ല വിശ്വാസിയുമല്ല ദൈവമുണ്ടോ ഇല്ലയോ എന്ന് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ അവർ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഉത്തരങ്ങൾ അവർക്ക് കണ്ടെത്താനും സാധിക്കും. എവല്യൂഷൻ തിയറിയിലും ബിഗ് ബാങ് തിയറിയിലുമൊക്കെ ദൈവമുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവമില്ലെന്ന് പറയുന്നത് എങ്ങനെയാണ്, അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നൊക്കെ വിശദമായി തന്നെ ഞാൻ പറയാം. അതിനു മുൻപ് ഞാൻ ഈ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊരു വിശ്വാസിയായിട്ട് തന്നെ തുടർന്നു പോയേനെ. ഈ ചോദ്യമൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഞാൻ ശരിക്കും ശാസ്ത്ര ലോകത്തേക്ക് എത്തപ്പെടുന്നത്. ഒരു ശാസ്ത്ര അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യുന്നതും അതിന് ശേഷമാണ്. പിന്നീട് ആസ്ട്രോഫിസിക്സിൽ PhD ചെയ്യുന്നതും ആസ്ട്രോഫിസിസ്റ്റ് ആകുന്നതും ഒരു സയൻസ് കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നതൊക്കെ അതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിലായിരുന്നു. ഇങ്ങനൊരു ചോദ്യമില്ലെങ്കിൽ, ഇങ്ങനെയൊരു ചിന്തയില്ലെങ്കിൽ ഞാൻ വിശ്വാസിയായിട്ടുള്ള ഒരു ശാസ്ത്ര അധ്യാപകനും വിശ്വാസിയായിട്ടുള്ള ഒരു ആസ്ട്രോഫിസിസ്റ്റും വിശ്വാസിയായിട്ടുള്ള ശാസ്ത്രത്തെക്കുറിച്ച് വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയുമായി മാറിയേനെ. അതായത് ശാസ്ത്രത്തിന് ഇതുമായി ഒരു ബന്ധവുമില്ല. ഈ ചോദ്യമാണ് അല്ലെങ്കിൽ ഈ ചിന്തയാണ് എന്നെ ഒരു അവിശ്വാസിയാക്കി മാറ്റിയത്. ഈ ചോദ്യവും ഈ ചിന്തയും ഒക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നത് കാരണം എനിക്കൊരു പക്ഷേ ഈ വീഡിയോയിലൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നഷ്ടപ്പെടുമായിരിക്കാം. ഒരുപാട് ആളുകൾ എന്നെ ചീത്ത വിളിച്ച് കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുമായിരിക്കും, വധഭീഷണിയൊക്കെ മുഴക്കുമായിരിക്കും. പക്ഷേ ഈ ചോദ്യം എനിക്ക് ചോദിക്കണം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് അറിയണം. അത് ഞാൻ വർഷങ്ങളായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമായിരിക്കും. ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ചിന്ത നിങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത് കാരണമായിരിക്കാം ഒരു പക്ഷേ നിങ്ങളൊരു അവിശ്വാസിയായി മാറിയത്. കാരണം നമ്മളെല്ലാം ഏതാണ്ട് ഒരേ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണല്ലോ. ഈ ചോദ്യം എൻ്റെ ഉള്ളിലേക്ക് ആദ്യം എത്തിച്ചേരുന്നത് ഏകദേശം ഒരു 16-17 വയസ്സൊക്കെ പ്രായമുള്ള സമയമാണ്. കൃത്യമായിട്ട് ഏത് കാലഘട്ടത്തിലാണെന്ന് എനിക്കറിയില്ല. എന്നാൽ അതിന് തൊട്ട് മുൻപ് ഞാൻ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ബ്ലൈൻഡ് വിശ്വാസിയായിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഒരു സ്പീച്ച് കേൾക്കാൻ സാധിച്ചു. ഞാനന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്ന് എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടുള്ള വ്യക്തിയാണ് അസംബ്ലിയിൽ ആ ഒരു സ്പീച്ച് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ദൈവത്തെ ഡിഫൈൻ ചെയ്യുകയായിരുന്നു. ദൈവം ഒംനീഷ്യൻ്റാണ്, എല്ലാം അറിയുന്നവനാണ്. ദൈവം ഒംനിപൊട്ടൻ്റാണ്, സർവശക്തനാണ്. ഒംനിപ്രസൻ്റാണ്, സർവവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട്, തൂണിലും തുരുമ്പിലുമുണ്ട്. ഒംനി ബെനവലൻ്റാണ്, അതായത് ദൈവം ചെയ്യുന്നതെല്ലാം നല്ലത് മാത്രമായിരിക്കും. ആദ്യമായിട്ടാണ് ഞാൻ ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കേൾക്കുന്നത്. അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുന്നത് ആ ഘട്ടത്തിലായിരുന്നു. അപ്പോൾ അന്ന് ഞാനിതെല്ലാം മനഃപ്പാഠമാക്കി. കാരണം എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഡെഫിനിഷനുകളാണല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു ഡെഫിനിഷൻ കേൾക്കുന്നത്. അന്ന് വളരെ അന്ധമായി തന്നെ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അന്നൊന്നും പറയാൻ പറ്റില്ല, അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് തോന്നുന്നൊരു 5ാം ക്ലാസ്സിലോ ഒരു 6ാം ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കണം ഇത്രയും തീവ്രമായിട്ടുള്ള ഒരു വിശ്വാസിയായിട്ട് ഞാൻ മാറിയത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ട് മുൻപിൽ
ഒരു ക്ഷേത്രമാണ്. ഇപ്പോഴും ആ ക്ഷേത്രം എൻ്റെ വീടിൻ്റെ തൊട്ടുമുമ്പിൽ തന്നെ ഉണ്ട്. അത് അന്നത്തേനേക്കാളും ഒക്കെ വളരെ വലിയൊരു ക്ഷേത്രമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അന്ന് വളരെ ചെറിയ ഒരു ക്ഷേത്രമായിരുന്നു. കാവും കുളവും ഒക്കെ ഉള്ള, ഒരുപാട് സ്ഥലമൊക്കെ, അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞാൻ ആ ക്ഷേത്രത്തിൽ പോകും. അതിൻ്റെ ഭാഗമായിട്ടാണ് രാവിലെയും വൈകുന്നേരവും കുളിക്കുന്ന ഒരു ശീലമുണ്ടായത്. എനിക്കിപ്പോഴും ആ ഒരു ശീലമുണ്ട്. ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ മിക്ക സമയവും ഞാൻ ആ ക്ഷേത്രത്തിൽ തന്നെയാണ്. അവിടെ അന്നൊരു ആൽത്തറ ഉണ്ടായിരുന്നു. ഇന്ന് ആ ആൽത്തറയില്ല. ക്ഷേത്രം വലുതായപ്പോൾ ആൽത്തറയും ആൽമരവും ഒക്കെ അവിടെ നിന്ന് മാറ്റി. ആ ആൽത്തറയിൽ പോയിരുന്ന് ധ്യാനിക്കുന്നത് പോലെ കുറേയധികം നേരം ഞാനിരിക്കും. വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അവിടെ തൊട്ടടുത്ത് തന്നെ തുളസി ഉണ്ടായിരിക്കും. ആ തുളസിയിൽ നിന്ന് തുളസി ഇലകൾ പറിച്ച് ഞാൻ തിന്നും. അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വിശ്വാസം മാറിയിരുന്നു. ആ കാലഘട്ടത്തിൽ എനിക്കൊരു പത്രവാർത്ത അല്ലെങ്കിൽ പത്രത്തിൽ വന്ന ഒരു ആർട്ടിക്കിൾ കാണാൻ കഴിഞ്ഞു. ആ ആർട്ടിക്കിളാണ് എൻ്റെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചത്. അത് കുറേയധികം നാൾ എൻ്റെ ഉള്ളിൽ ഒരു വലിയ ചോദ്യമായിട്ട് തന്നെ കിടന്നു. ആ വാർത്ത ഇന്ത്യയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഓരോ വർഷവും ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളാണ്. ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിന് മുൻപൊന്നും ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേട്ടിരുന്നില്ല. കാരണം അന്ന് ശരിക്കും ഈ സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല. ആ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയോ ഇൻ്റർനെറ്റോ ഒന്നുമില്ല. പത്രവും പിന്നെ അതുപോലെ തന്നെ ന്യൂസ് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കാണുന്ന ന്യൂസുമാണ്. ആ ന്യൂസ് എല്ലാ ദിവസവും ഞാൻ കാണണമെന്നും നിർബന്ധമില്ല. പക്ഷേ ഇത് എന്നെ വലിയ രീതിയിൽ തന്നെ അസ്വസ്ഥനാക്കി. ഒരു കൊച്ചുകുട്ടിയെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ലൈംഗികമായിട്ട് പീഡിപ്പിക്കാനും കൊല്ലാനും സാധിക്കുന്നത്? അന്നും ഇന്നും ഞാൻ കരുതുന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നതാണ്. ഒരു വിശ്വാസിയായ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവം ഈ കാര്യങ്ങളൊന്നും തടയാത്തതെന്നായിരുന്നു. എൻ്റെ പ്രിൻസിപ്പിൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഡെഫിനിഷൻ, ദൈവത്തിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ദൈവം സകലതും കാണുന്നുണ്ട്, എല്ലായിടത്തുമുണ്ട്, സർവശക്തനാണ്. അതായത് എവിടെ വേണമെങ്കിലും ഇടപെടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവമാണ് തീരുമാനിക്കുന്നത് ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന്. ആ ദൈവം ഈ പീഡനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ബാലപീഡനങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യരുണ്ടായ കാലഘട്ടം മുതൽ തന്നെ നടക്കുന്നത്. ജാപ്പനീസ് ചരിത്രമൊക്കെ, അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ജാപ്പനീസ് നരനായാട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ മൃഗീയമായിട്ടുള്ള പീഡനങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ഹിസ്റ്ററി ചാനലിൽ അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തതാണ്. ഇത്രയധികം ബാലപീഡനങ്ങൾ കണ്ടു നിന്ന ഒരു വ്യക്തിയാണ് ദൈവം. അത് കണ്ണടച്ചിരിക്കാൻ സാധിക്കില്ല. കാരണം ദൈവം അങ്ങനെ, ദൈവത്തിന് കണ്ണെന്ന് പറയുന്ന ഒരു അവയവം പോലും വേണ്ട. ദൈവം അങ്ങനെ ഒരു വ്യക്തി ആയിരിക്കണമല്ലോ. കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമായിരിക്കില്ല ഈ കൃത്യം, ഈ കുറ്റകൃത്യം, ഈ ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ ഓരോ നിമിഷവും ഓരോ ദിവസവും നിരന്തരമായി ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം. നമ്മുടെ ഒരു സുഹൃത്തിനെ സങ്കല്പിക്കുക. ആ സുഹൃത്ത് എങ്ങോട്ടോ യാത്ര ചെയ്യുന്നതിനിടയിൽ ഇത്തരത്തിൽ ഉള്ള ഒരു ബാലപീഡനം, ഒരു കൊച്ചുകുട്ടിയെ, ഒരു പിഞ്ചു കുഞ്ഞിനെ, ഒരു 3-4 വയസ്സ് പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നത് കണ്ടു എന്ന് കരുതുക. നമ്മുടെ അടുത്തൊരു സുഹൃത്താണ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരനോ അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി അവിടെ ഒളിഞ്ഞിരുന്ന് ആ പീഡനം മുഴുവനും പൂർണ്ണമായിട്ട് കണ്ടു എന്ന് കരുതുക. അതിനുശേഷം ആ വ്യക്തി നമ്മളോട് വന്ന് പറയുകയാണ്, ഇങ്ങനൊരു സംഭവമുണ്ട്, ഞാനത് മുഴുവനും അവിടെ ഇരുന്ന് കണ്ടു എന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശമായിട്ടായിരിക്കും നമ്മൾ ആ വ്യക്തിയെ കാണുക. പിന്നീട് ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമോ? ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കാനെങ്കിലും നമുക്ക് ധൈര്യം കാണുമോ? നമ്മളുടെ ഓരോരുത്തരുടെയും ക്യാരക്ടർ അനുസരിച്ച് ചിലപ്പോൾ ആ വ്യക്തിയെ ചീത്ത പറഞ്ഞെന്ന് വരാം, തല്ലിയെന്ന് വരാം. നമ്മൾ ഉറപ്പായിട്ടും പോലീസ് സ്റ്റേഷനിൽ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് കണ്ട് ഒരു രീതിയിലും അതിനൊരു തടസ്സവും ഉണ്ടാക്കാതിരുന്ന ആ വ്യക്തി പ്രധാനപ്പെട്ട ഒരു കുറ്റവാളിയായി മാറും. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള വ്യക്തിയേക്കാൾ ഏറ്റവും ക്രൂരനായിട്ടുള്ള വ്യക്തിയാണ് അതവിടെ നിന്ന് കണ്ട് ഒരു രീതിയിലുള്ള തടസ്സവും ഉണ്ടാക്കാതിരുന്ന വ്യക്തി. ദൈവം ചെയ്തതും അതേ പ്രവൃത്തി തന്നെയല്ലേ? ദൈവവും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതും റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ. ഈ പല വാർത്തകളും നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല ആളുകളും
വർഷങ്ങളായിട്ട് അവരുടെ വളരെ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്നും ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൊച്ചുകുട്ടികൾ ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം എന്തുകൊണ്ടാണ് അവിടെ ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് അത് തടയാത്തത്? എങ്ങനെ ദൈവത്തിനത് പൂർണ്ണമായിട്ടും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും? മുൻജന്മത്തിൽ ആ കുട്ടി ചെയ്ത പാപം കാരണമാണെന്നാണ് ചില ആളുകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനൊരു പാപം ചെയ്തിട്ടുള്ളതിന് ശിക്ഷ ദൈവം നടപ്പിലാക്കുകയല്ലേ അപ്പോൾ ചെയ്യുന്നത്? ദൈവം കൊടുത്ത ശിക്ഷയല്ലേ അത്? ദൈവം ആ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ? അപ്പോൾ ദൈവമല്ലേ ഇവിടുത്തെ പ്രധാനപ്പെട്ട വില്ലൻ? ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ള വാദഗതി, ദൈവം ആ ദുഷ്ടനെ പനയോളം വളർത്തും, അതിനുശേഷം അയാളെ ക്രൂരമായി നശിപ്പിക്കുമെന്നാണ്. അയാളെ എത്ര ക്രൂരമായിട്ടുള്ള പീഡനത്തിന് വിധേയമാക്കിയാലും ആ കുട്ടി അനുഭവിച്ച ആ വേദനയ്ക്ക് അതൊരു ഉത്തരമാണോ? ഒരിക്കലുമല്ല. എത്രമാത്രം ക്രൂരമായി ശിക്ഷിച്ചാലും ആ കുട്ടി അനുഭവിച്ചതിനുള്ള ഒരു ഉത്തരമായിട്ട് അല്ലെങ്കിൽ ഒരു ന്യായമായിട്ട് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അത് തടയാൻ സാധിക്കുമായിരുന്നു ദൈവത്തിന്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ശിക്ഷ കിട്ടേണ്ടത് ദൈവത്തിനാണ്. ആ കുറ്റം ചെയ്ത വ്യക്തിയേക്കാൾ വലിയ ശിക്ഷ ദൈവത്തിന് കിട്ടിയിരിക്കണം. ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ പ്രസക്തമല്ല. ദൈവമുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ ദൈവമുണ്ടെങ്കിൽ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ആരാധിക്കേണ്ട ആവശ്യം എന്താണ്? ആ വ്യക്തിയെ നമ്മൾ പാടി പുകഴ്ത്തേണ്ട ആവശ്യം എന്താണ്? ആ വ്യക്തി ഇതൊക്കെ അർഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇതൊരു സുപ്രഭാതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു തോട്ടല്ല. എൻ്റെ ഒരു 16ാമത്തെ വയസ്സിലായിരിക്കണം ഇങ്ങനൊരു ചോദ്യം എന്നിലുണ്ടായത്. പിന്നീട് എൻ്റെ 17-18 വയസ്സുകൾക്കിടയിൽ ഈ ചോദ്യം എൻ്റെ ഉള്ളിൽ തന്നെ കിടന്നു. ഒടുവിൽ ഏകദേശം ഒരു 18 വയസ്സൊക്കെ ആയിരുന്നപ്പോൾ ആയിരിക്കണം എനിക്ക് ഇങ്ങനൊരു ഉത്തരം കിട്ടിയത്. ദൈവത്തെ ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ ആ ഘട്ടത്തിൽ മനസ്സിലാക്കിയെടുത്തത്. ഇത് ഒരുപാട് ആളുകളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആർക്കും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. അവർ പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങളാണ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞത്. അതൊക്കെ എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ സാധിക്കാത്ത ഉത്തരങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുമായിരിക്കും. കാരണം നിങ്ങൾ പല ആളുകളും ദൈവവുമായിട്ട് അല്ലെങ്കിൽ ദൈവവിശ്വാസവുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന, ഒരുപാട് അറിവുകളുള്ള, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളായിരിക്കാം, ജീവിതാനുഭവങ്ങളുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങൾ പലർക്കും ഇതിൻ്റെ ഉത്തരം എനിക്ക് പറഞ്ഞു തരാൻ സാധിച്ചേക്കും. ഇനി നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള അനാലിസിസിലേക്ക് വരാം. ദൈവമില്ലെന്ന് പറയാനായി പലരും പല തിയറികൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. എവല്യൂഷൻ തിയറി മുന്നോട്ട് വയ്ക്കും, അതുപോലെ എബയോജെനസിസ് മുന്നോട്ട് വയ്ക്കും, അതുമല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത് ബിഗ് ബാങ് എന്ന് പറയുന്ന തിയറി ആയിരിക്കും. പക്ഷേ ഈ തിയറികളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ദൈവമുണ്ടെന്നോ അല്ലെങ്കിൽ ദൈവമില്ലെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. അത് നമ്മളുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറും. ഇപ്പം ഞാനൊരു അവിശ്വാസിയാണ്. അപ്പോൾ ഞാൻ ഈ തിയറികളെ നോക്കി കാണുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് ദൈവമില്ല എന്നാണ്. എന്നാൽ ഞാനൊരു ന്യൂട്രലായിട്ടുള്ളൊരു വ്യക്തിയുടെ കുപ്പായമാണ് എടുത്ത് അണിയുന്നതെങ്കിൽ ഇതിൽ ദൈവമുണ്ടെന്നും ദൈവമില്ലെന്നും നമുക്ക് പറയാൻ സാധിക്കും. ഒരുപാട് ഗവേഷകരുണ്ട്, ഒരുപാട് ശാസ്ത്ര അധ്യാപകരുണ്ട്. ഇപ്പം ഞാൻ 2019 മുതലാണ് ഒരു അധ്യാപകനായിട്ട് മാറിയത്. ആ കാലഘട്ടം മുതൽ എനിക്ക് ഒരു 100 അല്ലെങ്കിൽ 100-ലധികമോ അധ്യാപകരുമായിട്ട് സുഹൃത്തുക്കളാകാനും അവരുമായിട്ട് അടുത്തിടപഴകാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇതിൽ അവിശ്വാസികളായിട്ടുള്ള അധ്യാപകർ, ശാസ്ത്ര അധ്യാപകരെ എടുത്താൽ പോലും അവരുടെ എണ്ണം 2-3 പേർ മാത്രമായിരിക്കും. അതായത് വെറും 3% അല്ലെങ്കിൽ ഒരു പരമാവധി 5% മാത്രമാണ്. ബാക്കി 95% ആളുകളും ദൈവമുണ്ടെന്ന് തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ്. ഇത് അധ്യാപകരുടെ കാര്യത്തിൽ മാത്രമല്ല, വലിയ ശാസ്ത്രജ്ഞന്മാരെ എടുത്താൽ പോലും അതിൽ നല്ലൊരു ശതമാനം ആളുകളും അവിശ്വാസികളായിട്ടുള്ള ആളുകളല്ല. അവർ പൂർണ്ണമായിട്ടും ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ആളുകളാണ്. അതിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് നമ്മുടെ ഇസ്രോയുടെ മുൻ ചെയർമാനായിരുന്ന സോമനാഥ് സാർ. പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവമുണ്ടെന്ന് പറയാൻ വിശ്വാസികൾക്ക് സാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ബ്ലാക്ക് ഹോളിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, എൻ്റെ ഗവേഷണ വിഷയമായ ഡാർക്ക് മാറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, ഡാർക്ക് എനർജിയുടെ അടിസ്ഥാനത്തിൽ പറയാം, സിംഗുലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ പറയാം, വൈറ്റ് ഹോൾ എന്ന ഹൈപ്പോത്തിസിസിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, ക്വാണ്ടം ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. അങ്ങനെ പറയാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അവിശ്വാസികളുടെ ഏറ്റവും വലിയ സുഹൃത്താണ് എവല്യൂഷൻ തിയറി. വിശ്വാസികൾ ഒരുപാട് ആളുകൾ എവല്യൂഷൻ തിയറി എതിർക്കുന്നുണ്ട്. എന്നാൽ എവല്യൂഷൻ തിയറി ദൈവമുണ്ടെന്നോ ദൈവമില്ലെന്നോ പറയുന്നില്ല. അങ്ങനെ ദൈവമുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ സാധിക്കുന്ന ഒരു തിയറിയല്ല എവല്യൂഷൻ തിയറി.
എവല്യൂഷൻ തിയറിയിലൂടെ പറയുന്നത് ഇന്ന് കാണുന്ന സകല ജീവജാലങ്ങളും എങ്ങനെ ഇന്ന് കാണുന്ന ജീവജാലങ്ങളായി മാറിയെന്നാണ്. അവരുടെയൊക്കെ മുൻഗാമികളായിട്ടുണ്ടായിരുന്ന വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസുകൾ എങ്ങനെയായിരുന്നു, അവർക്കുണ്ടായ മാറ്റങ്ങൾ എങ്ങനെയായിരുന്നു, അതിൻ്റെയൊക്കെ ഏറ്റവും പിറകിലേക്ക് പോകുമ്പോൾ കാണുന്ന സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് എവല്യൂഷൻ തിയറിയിൽ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രൂഫുകളും എവല്യൂഷൻ തിയറിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എവല്യൂഷൻ തിയറി തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. എവല്യൂഷൻ തിയറിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുണ്ട്. അതിലുള്ള തെളിവുകൾക്ക് നൊബേൽ പുരസ്കാരം പോലും ലഭ്യമായിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നതെന്ന് എവല്യൂഷൻ തിയറിക്ക് പറയാൻ സാധിക്കില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹൈപ്പോത്തിസിസുകൾ നിലവിലുണ്ട്. പക്ഷേ അതൊക്കെ ഹൈപ്പോത്തിസിസുകൾ മാത്രമാണ്. അതൊന്നും നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും. അതുമായി ബന്ധപ്പെട്ട് ചില എക്സ്പെരിമെൻറ്റുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അക്കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസാണ് എബയോജെനിസിസ്. എബയോജെനിസിസ് അനുസരിച്ച് ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നാണ് ജീവൻ ഉണ്ടായത്. ജീവനില്ലാത്ത കമ്പോണൻറ്റുകൾ കൂടിച്ചേർന്ന് അമിനോ ആസിഡുകൾ ഉണ്ടായി. ഈ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് പ്രോട്ടീൻസ് ഉണ്ടായി. ആ പ്രോട്ടീനിന് മുകളിലായി ഒരു വലിയ ആവരണമുണ്ടായി. ഇത്തരത്തിലുണ്ടായി വന്ന പുതിയ ആ ഒരു വസ്തു, അതിന് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് സിസ്റ്റം ഉണ്ടായി. അത് കൂടുതൽ പ്രത്യുൽപാദനം നടത്താൻ തുടങ്ങി. ഇത് അബയോജെനിസിസ് ആണ്. പക്ഷേ ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ചില സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ള 1953 വിജയകരമായി നടപ്പിലാക്കിയ മില്ലർ യൂറേ എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റിലൂടെ വർഷങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്ന ഭൂമിയിലെ ആ ഒരു അന്തരീക്ഷത്തെ, അവിടെ ഉണ്ടായിരുന്ന ആ കമ്പോണൻസിനെ ലബോറട്ടറിയിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തു. ആ കൃത്രിമമായ സാഹചര്യത്തിൽ അമിനോ ആസിഡ് ആദ്യമായി അവർ ലബോറട്ടറിയിൽ ഉണ്ടാക്കിയെടുത്തു. എന്നാൽ അതും ആദ്യത്തെ ലൈഫ് ഉണ്ടായതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രൂഫായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ അമിനോ ആസിഡ് അത് ലൈഫല്ല, ലൈഫിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ്. അതുകൊണ്ട് നമുക്ക് 100% ഉറപ്പിച്ച് പറയാനും സാധിക്കില്ല. അവിശ്വാസികൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത മറ്റൊരു ശാസ്ത്ര വിഷയമാണ് ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെളിവുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നൊബേൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബിഗ് ബാങ് തിയറിയിലൂടെ നമുക്കൊരിക്കലും ശാസ്ത്രീയമായിട്ട് പറയാൻ സാധിക്കില്ല ഇവിടെ ദൈവമുണ്ടെന്ന്. അതുപോലെ ദൈവമില്ലെന്നും ഈ തിയറി ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിനുവേണ്ടിയുള്ള ഒരു തിയറി അല്ല ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന ഒരു തിയറിയാണ്. പക്ഷേ ആ തിയറിയിൽ T=0 എന്ത് സംഭവിച്ചു എന്ന് പറയാൻ സാധിക്കുന്നില്ല. അതായത് ആ ബിഗ് ബാങ്ങിൻ്റെ ഏറ്റവും തുടക്കത്തിൽ നടന്ന സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. നിലവിലുള്ള ഒരു സയൻസ് തിയറിക്കും അത് കഴിയുന്നതല്ല. ഭാവിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറികൾ ഉണ്ടായി വരണം. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിഗ് ബാങ് സംഭവിച്ച് 10⁻⁻43 സെക്കൻഡിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിനു മുൻപ് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. T=0 ഇപ്പോഴും നമുക്ക് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ്. 10⁻⁻43 സെക്കൻഡ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു സമയമാണ്. 0 ദശാംശം ഇട്ടിട്ട് അതിനുശേഷം 42 പൂജ്യങ്ങൾ എഴുതി ഒരു 1 എഴുതുന്ന അത്രയും സെക്കൻഡുകൾക്ക് ശേഷമുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവിടെ സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് പ്രവർത്തിക്കും. അതിന് മുൻപുള്ള സമയത്ത് ഫിസിക്സ് പ്രവർത്തിക്കില്ല. അതിന് മുമ്പുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ക്വാണ്ടം ഫിസിക്സും അതുപോലെ ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറിയും പരസ്പരം കൂട്ടിച്ചേർത്ത് പുതിയൊരു യൂണിഫൈഡ് തിയറി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വർഷങ്ങളായി ശാസ്ത്ര മേഖലയിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അതിന് ഒരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു തിയറി ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല ആ T=0 എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. അവിശ്വാസിക്ക് വേണമെങ്കിൽ അവിടെ ദൈവമില്ല എന്ന് പറയാം. പക്ഷേ വിശ്വാസിക്കും അവിടെ ദൈവമുണ്ടെന്ന് പറയാനുള്ള ഒരു സ്കോപ്പുണ്ട്. ഈ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ സ്കോപ്പുണ്ട്. അവർക്ക് ഉത്തരമില്ല എന്ന് തന്നെ ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. പക്ഷേ ആരെന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബാങ് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ബിഗ് ബാങ് യാഥാർത്ഥ്യമാണ്. ബിഗ് ബാങ് നടന്ന് 3,80,000 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയ റേഡിയേഷൻ, ആ റേഡിയേഷൻ ഇന്നും പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണിലുമുണ്ട്. കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ കണ്ടെത്തലിന് 1965
അർണോ പെൻസിയാസിനും റോബർട്ട് വിൽസണും നൊബേൽ പുരസ്കാരം വരെ ലഭിച്ചിരുന്നു. അത് ബിഗ് ബാങ് തിയറിയെ സാധൂകരിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു തെളിവാണ്. ഇത്തരത്തിൽ അനേകം തെളിവുകളുണ്ട്. ഈ തെളിവുകളെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ദൈവമുണ്ടോ ഇല്ലയോ എന്നതല്ല ഈ വീഡിയോയിലൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ദൈവമുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷേ അതൊന്നുമല്ല വിഷയം. എൻ്റെ വിഷയം ഈ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ നിങ്ങളിലൂടെ അറിയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഞാനൊരു 25 ട്രിക്കുകൾ പറഞ്ഞു തരാം. 25 മെമ്മറി ട്രിക്കുകൾ. ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള പഠന വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും അത് ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ നിങ്ങൾക്ക് എന്നോട് സംവദിക്കാവുന്നതാണ്. അവയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്.